ഫ്രണ്ട്സ്, നമസ്കാരം. സൺഡേ സിറ്റി സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഓട്സ് കൊണ്ടുള്ള വട. ഓട്സ് വട. ഇതിലേക്കുണ്ട ചേരുവകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓട്സ് 1 കപ്പ്, കടലപ്പരിപ്പ് 1/2 കപ്പ്, വറ്റൽമുളക് ചതച്ചത് 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കായപ്പൊടി 1/4 ടീസ്പൂൺ, ഇഞ്ചി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് 4 എണ്ണം, കറിവേപ്പില വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് 3 തണ്ട്, സവോള വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് 1/2 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, ഓയിൽ ഡീപ് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ളത്, വെള്ളം ആവശ്യത്തിന്. ഇനി നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി ഒരു ബൗളിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1 കപ്പ് ഓട്സ്, നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 1/2 കപ്പ് സവോള, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 4 പച്ചമുളക്, 3 തണ്ട് കറിവേപ്പില എന്നിവ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1/2 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് കഴുകി വാരിയതിന് ശേഷം 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. ഇതിനെ നമുക്ക് ബ്ലെൻഡറിലിട്ട് വടയ്ക്കെന്ന പോലെ തരിതരിപ്പായി ക്രഷ് ചെയ്തെടുക്കാം. ഇത് ഞാൻ ബ്ലെൻഡറിലിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്ത കടലപ്പരിപ്പാണ്. ഇത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ വെള്ളം ഒട്ടും ആഡ് ചെയ്യാതെയാണ് ക്രഷ് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1/4 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ ചതച്ച വറ്റൽമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെയും വറ്റൽമുളകിൻ്റെയും അളവ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ. ഞാനിന്നിവിടെ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിതിനി ഒരു ഫ്രൈയിങ് പാനിൽ വട ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള ഉരുളകളാക്കി പരിപ്പുവടയുടെ ഷേപ്പിൽ ഇതുപോലെ പരത്തിയെടുക്കുക. ഇതിനി നമുക്ക് ചൂടായ എണ്ണയിലോട്ടിട്ട് വറുത്തെടുക്കാം. വട പരത്തുമ്പോൾ ഒത്തിരി തിക്കായി പോകരുത്. വടയുടെ ഉള്ളു വേകാൻ ഒരുപാട് ടൈം എടുക്കും. അതുപോലെ തന്നെ വട ക്രിസ്പി ആയിട്ട് വരികയുമില്ല. ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാണ് കുക്ക് ചെയ്യേണ്ടത്. വട പരത്തിയെടുക്കുന്നതിന് മുമ്പായിട്ട് കയ്യിൽ കുറച്ച് ഓയിൽ തടവി കൊടുത്താൽ വടയുടെ മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കും. വടയുടെ ഒരു സൈഡ് ഗോൾഡൻ ഷെയ്ഡ് ആയി കഴിയുമ്പോൾ തിരിച്ചിട്ട് കുക്ക് ചെയ്യുക. വട എണ്ണയിൽ ഓവർ ക്രൗഡായിട്ട് ഇടരുത്. ഇപ്പോൾ നമ്മുടെ വടയുടെ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. വടയുടെ 2 സൈഡും ഗോൾഡൻ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ
നമുക്കിതിനി കോരിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള വടകളും ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ അടിപൊളി ഓട്സ് വട റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി ചൂടോടുകൂടി ചായയുടെ കൂടെ സെർവ് ചെയ്യുക. നമ്മുടെ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഓട്സ് വട റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.